ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു എങ്ങനെ നമുക്ക് CTET അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ CTET എന്ന് നമുക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ആദ്യത്തെ റിസൾട്ട് തന്നെ നമുക്ക് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ലിങ്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ലിങ്കിനകത്ത് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ആക്റ്റീവായി കിടപ്പുണ്ട്. അത് താഴെ നമുക്ക് കാണാം അപ്ലൈ ഫോർ CTET ഫെബ്രുവരി 2026. അപ്പോൾ 2026 ഫെബ്രുവരിയിലാണ് നമുക്ക് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് അപ്ലൈ ഫോർ CTET എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു പോപ്പപ്പ് വന്നിട്ടുണ്ട്, നമ്മളത് ഓക്കെ കൊടുക്കുക. ഇങ്ങനെ വരുന്ന പോപ്പപ്പുകൾ ഓപ്പൺ ആയില്ല എങ്കിൽ നമുക്ക് മുകളിൽ തന്നെ അത് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ആ മുകളിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടിന്യൂ ബ്ലോക്കിങ്ങോ ഓൾവേസ് അലോ പോപ്പപ്പോ അങ്ങനെ ഏതെങ്കിലും കൊടുത്തതിന് ശേഷം ഡണ്ണ് കൊടുത്താൽ മതി. ഇനി വീണ്ടും നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയൊരു ഇൻ്റർഫേസ് ലഭിക്കുന്നതാണ്. അതിനകത്ത് 3 സെക്ഷനാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ CTETൻ്റെ ഇൻഫർമേഷൻ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഉള്ള 2 ലിങ്കുകളാണ് ന്യൂ രജിസ്ട്രേഷനും ലോഗിനും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫീസൊക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യമേ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ തന്നെയാണ്. അതിന് ശേഷമാണ് നമുക്ക് ലോഗിൻ കൊടുക്കേണ്ടത്. അപ്പോൾ രജിസ്ട്രേഷൻ കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ജനറലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ഫീസും എല്ലാം നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഫോമുണ്ട്, പിന്നെ ഫീ പേയ്മെൻറ്റ്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു CTETൻ്റെ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കുന്നത്. ഇതിനു മുമ്പ് കണ്ടിരുന്ന ലിങ്ക് ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അത് ഈ ഒരു പേജിൽ നമുക്ക് ലഭ്യമാണ് എന്ന് ഓർക്കുക. നമുക്ക് നേരെ താഴേക്ക് പോകാം. താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ചെക്ക് ബട്ടൺ ഉണ്ട്. അത് ടിക്ക് ഓൺ ചെയ്തതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ അത് ചെയ്യുക. ആദ്യം തന്നെ നമ്മുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്, പിന്നെ ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഐഡൻറ്റിറ്റി ടൈപ്പ് അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ നിരവധി ഐഡൻറ്റിഫൈ ടൈപ്പ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂരിപ്പിക്കേണ്ടതെല്ലാം പൂരിപ്പിക്കുക. നമ്മൾ ആദ്യമേ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കൺഫേം പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്. അത് വീണ്ടും നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മുകളിൽ കൊടുത്തേക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇതിനകത്ത് നമുക്ക് കോപ്പി പേസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്നിവയെല്ലാം കൊടുക്കണം. അതിന് നമുക്കൊരു OTP വരുന്നതാണ് എന്നുള്ള കാര്യവും ഓർക്കുക. ഇതിനകത്ത് അവസാനം വരുന്ന ലാൻഡ് ഫോൺ ഓപ്ഷനിലാണ്. നമുക്ക് ലാൻഡ് ഫോൺ ഉണ്ട് എങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് പെർമനൻ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. മുകളിൽ കൊടുത്തേക്കുന്ന അതേ അഡ്രസ്സ് തന്നെയാണ് എങ്കിൽ നമുക്കിവിടെ ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അവയെല്ലാം ആയിക്കോളും. നമ്മുടെ ആദ്യത്തെ ഘട്ടം ഇപ്പം തീരാറായിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യൂസർ നെയിം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാകുന്നതാണ്. അപ്പോൾ പാസ്വേഡ് കൊടുക്കുന്നു. പാസ്വേഡിന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് 8 തൊട്ട് 13 അക്കങ്ങളുണ്ടായിരിക്കണം, ഒരു അപ്പർ കേസും ലോവർ കേസും ഉണ്ടായിരിക്കണം, അതിനകത്തൊരു നമ്പർ ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പാസ്വേഡിന് അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക.
അതിനുശേഷം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ തിരഞ്ഞെടുക്കുക. പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഉത്തരം ആയിരിക്കണം. നമുക്ക് പിന്നീടാണെങ്കിലും ചിലപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വഴി നമുക്ക് കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക, അതിനുള്ള ഉത്തരവും കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് താഴെ കാണുന്ന ക്യാപ്ച കൊടുക്കാം. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം. അതിനായിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി എല്ലാം നമുക്ക് ടിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം ഐ അഗ്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി നമുക്ക് കാണാം. അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സബ്മിറ്റ് ആൻഡ് OTP ടു വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ലിങ്ക് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിനകത്തേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ട് എങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്ന ലിങ്കും നമുക്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഞാനിത് സബ്മിറ്റ് കൊടുക്കുകയാണ്. OTPക്കുള്ളൊരു കൺഫേമാണ് അവർ ചോദിച്ചേക്കുന്നത്. F കൊടുക്കുന്നു. നമുക്ക് OTP വന്നിട്ടില്ല എങ്കിൽ നമുക്കിവിടെ റീഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. റീഫണ്ട് OTP. ഇനി സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുക്കുകയാണ്. ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിനകത്തേക്ക് ഒരു മെസ്സേജ് അവർ തരുന്നതായിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്താണ് എന്നുള്ളതും ഇപ്പോൾ മൊബൈലിനകത്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് 6 സ്റ്റെപ്പുകളാണ് മൊത്തം ഉള്ളത്. അതിൽ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിന് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഏതൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു കളറിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. റെഡ് കളറിൽ വന്നേക്കുന്നത് ഇൻകംപ്ലീറ്റും ഗ്രീൻ കളറിൽ വന്നിരിക്കുന്നത് കംപ്ലീറ്റഡും ആണ്. ഇനിയിപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുകയാണ്. അതിന് വേണ്ടി പേഴ്സണൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് കാര്യങ്ങളിൽ അതിനകത്ത് പൂരിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പൂരിപ്പിക്കുക. എല്ലാം പൂരിപ്പിച്ചതിന് ശേഷം നമുക്ക് ക്യാപ്ച കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ലിങ്കിലൂടെ മുന്നോട്ട് പോകാവുന്നതാണ്. അതിനൊരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അത് യെസ് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അപ്ലൈ ഫോർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ലിങ്കാണ്. നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കാണാവുന്നതാണ്. ഇനി അപ്ലൈ ഫോർ ഏതാണ് എന്നുള്ളത് നമുക്ക് കൊടുക്കുക. പേപ്പർ 1 ആണോ 2 ആണോ അതോ 2 ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കിവിടെ കൊടുക്കാം. പേപ്പർ 1 ആണ് എങ്കിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ് ഉള്ളത്. പേപ്പർ 2 എന്ന് പറയുന്നത് 6 തൊട്ട് 8 വരെ. അപ്പോൾ അതിനകത്ത് ഏതാണ് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ളതാണ്. പരീക്ഷയുടെ മൊത്തത്തിലുള്ള ലാംഗ്വേജ് അല്ല അവർ ചോദിക്കുന്നത്. ലാംഗ്വേജ് 1ഉം 2ഉം 2 കാറ്റഗറി ഉണ്ട്. അപ്പോൾ ലാംഗ്വേജ് 1 നമുക്കിഷ്ടമുള്ള ലാംഗ്വേജ് കൊടുക്കാം. ഞാനിപ്പോൾ മലയാളം കൊടുക്കുന്നു. ലാംഗ്വേജ് 2 ഇംഗ്ലീഷും കൊടുക്കുന്നു. അടുത്ത മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ക്ലാസ് 1 to 4 ചോദിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1 2 3 4 എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് എന്നുള്ളത് കൊടുക്കുക. ഈ 1ഉം 2ഉം 3ഉം 4ഉം എന്താണെന്നുള്ള കാര്യം ഒരു ബോക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് വായിച്ചു നോക്കിയതിന് ശേഷം ഓരോരുത്തരും അവരവരുടെ യോഗ്യതയ്ക്കുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ക്വാളിഫയിങ് എക്സാം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച കൊടുക്കുക. അതും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. കൺഫർമേഷൻ വരുന്നതാണ്. യെസ് കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്.
ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ്റെ ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. പാസ് സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്. പാസ്ഡ് കൊടുക്കുന്നു. അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയറിംഗ് എന്നുള്ളത് കൊടുക്കുന്നു. ഏത് വർഷമാണ് പാസ്സായത് എന്ന് ചോദിക്കുന്നു, അതെല്ലാം കൊടുക്കുക. അടുത്തതായിട്ട് ഏത് ബോർഡ്, യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ പേര്, ഇപ്പോൾ TTC പഠിച്ച സ്കൂളിൻ്റെ പേര് കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ സ്ഥലപ്പേരെങ്കിലും കൊടുത്താലും മതിയായിരിക്കും. ഞാൻ ഇപ്പോൾ മുണ്ടക്കയം എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ പേര് വന്നിട്ടുണ്ട്, അത് കൊടുക്കുന്നു. റിസൾട്ടെല്ലാം എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നുള്ളത് നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെർസെൻറ്റേജിലാണോ CGPA ആണോ എന്നുള്ളതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതെത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കുക. ഓക്കെ, നമ്മൾ റിസൾട്ടിൻ്റെ പെർസെൻറ്റേജ് കൊടുത്തു. ടോട്ടൽ മാർക്ക് എത്രയാണ് എന്നുള്ളതും ഒബ്റ്റൈൻഡ് മാർക്ക് എത്രയാണെന്നുള്ളതും അതുപോലെ തന്നെ എത്ര ശതമാനം മാർക്കുണ്ട് എന്നുള്ളതുമെല്ലാം നമുക്ക് ഈ ഒരു ടേബിളിൽ എഴുതേണ്ടതായിട്ടുണ്ട്. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ ഓർക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ ടോട്ടൽ മാർക്ക് എത്രയാണെന്നും പിന്നെ നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നും കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ഈ ഒരു കോളത്തിൽ വരുന്നതായിരിക്കും. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പിൻകോഡ് എത്രയാണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഡിഗ്രി എവിടെയാണ് പഠിച്ചതെന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ചോദിക്കുന്നത്. ഡീറ്റെയിൽസും കൂടി ഈ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ കൊടുത്ത് മുന്നോട്ട് പോവുക. താഴെ കാണുന്ന ക്യാപ്ചർ വീണ്ടും കൊടുക്കുക. അത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. കൺഫേം കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അപ്ലോഡിങ് ഫോട്ടോസ്, സിഗ്നേച്ചർ ഇതെല്ലാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫോട്ടോയുടെ സൈസൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിനിമം സൈസ് 10 KB ആയിരിക്കണം, മാക്സിമം സൈസ് 200 KB JPG ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിഗ്നേച്ചറിൻ്റെ അതുപോലെ തന്നെ മിനിമം സൈസ് 4 KB, മാക്സിമം സൈസ് 30 KB. അപ്പോൾ അത് എവിടെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലോഡ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓക്കെ ആണ് എങ്കിൽ ഇമേജ് ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. അത് ഓക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഫോട്ടോ കൊടുത്തത് കറക്റ്റാണോ എന്ന് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ സിഗ്നേച്ചറും ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെ കാണുന്ന ക്യാപ്ചർ കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. കൺഫേം കൊടുക്കുക. ക്ലോസ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഫൈനൽ സബ്മിഷനാണ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയതിന് ശേഷം എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. തെറ്റൊന്നുമില്ല എങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യാവുന്നതാണ്. ഓരോന്നും ക്ലിക്ക് ചെയ്തതിന് ശേഷം ടിക്ക് ഓൺ ആക്കിയ ശേഷം നമുക്ക് ഐ അഗ്രി എന്ന് പറയുന്ന ഫൈനൽ സബ്മിഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. എഫ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് ഫീ പേയ്മെൻ്റ് ആണ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഇമെയിൽ ID ഒക്കെ വെരിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ലിങ്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് താഴെ ഒരു ക്യാപ്ചർ വരുന്നതാണ്. ആ ക്യാപ്ചർ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ആൻഡ് ഗെറ്റ് OTP എന്ന് പറയുന്ന ലിങ്ക് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഇമെയിലിനകത്തേക്കും ഒരു OTP പോകുന്നതാണ്. നമുക്ക് നേരത്തെ മൊബൈൽ വഴി ഒരു OTP വന്നായിരുന്നു. അപ്പോൾ ഇമെയിലിൻ്റെ OTPയും നമ്മൾ കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇമെയിലും വെരിഫൈ ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ട് എങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഫീ പേയ്മെൻ്റ് ആണ്. ഞാൻ ഇപ്പം തൽക്കാലം ഇത് ലോഗൗട്ട് ചെയ്യുകയാണ്.
ലോഗൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനകത്തോട്ട് എങ്ങനെ കയറാമെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോഗൗട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആദ്യമേ കയറിയ പോലെ തന്നെ അപ്ലൈ ഫോർ ഫീറ്ററ്റ് ഫെബ്രുവരി 2026 എന്ന് പറയുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ കണ്ട ആ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് വരുന്നത്. അതായത് ന്യൂ രജിസ്ട്രേഷനാണ് നമ്മളിപ്പോൾ കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ലോഗിൻ എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർഗട്ട് പാസ്വേഡ് കൊടുത്ത് കയറാവുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഫോർഗട്ട് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അതിനായിട്ട് അതും ഒന്ന് കാണിച്ചു തരാം. ഫോർഗട്ട് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാൻഡിഡേറ്റിൻ്റെ നെയിം, ഫാദറിൻ്റെ നെയിം, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ക്യാപ്ചയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ എല്ലാം കൊടുത്ത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ഹോം ബട്ടണാണെങ്കിലും ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ലോഗിൻ കൊടുക്കുന്നു. നമ്മൾ വന്ന പഴയ പേജിലേക്ക് വരുന്നു. വീണ്ടും ലോഗിൻ കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്നു. പാസ്വേഡ് കൊടുക്കുന്നു. ക്യാപ്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ നമുക്കിവിടെ റീഫ്രഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാപ്ച മാത്രമായിട്ട് റീഫ്രഷ് ആകുന്നതാണ്. ലോഗിൻ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ വന്ന ആ പേജിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് പേ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്ന ആ ഒരു ഘട്ടം മാത്രമാണ്. അപ്പോൾ അത് കൊടുക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പോപ്പപ്പ് വരുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഇനിയിപ്പം ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഉള്ള ഡീറ്റെയിൽസാണ്. അതെല്ലാം നോക്കിയതിന് ശേഷം ഓക്കെ കൊടുത്ത് മുമ്പോട്ട് പോവുക. ഇനിയിപ്പം നമുക്ക് പേയ്മെൻറ്റ് 1000 രൂപയാണ് വരുന്നത്. ഇനി നമ്മുടെ കാർഡ് നമ്പറും എല്ലാം കൊടുത്ത് നമ്മൾ പേ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫീറ്ററ്റിനകത്ത് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹോൾ ടിക്കറ്റൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.